Hi students, good afternoon. So, last class we were discussing about operators, different operators used in our C language. So, last plus and minus, increment and decrement operator. അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? Plus operator is used to increment the a value, 1, increment by 1, and minus. This one is used to decrement by value, by 1. ഒരു 1 എന്ന് പറയുന്ന വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസും പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്യാം. സപ്പോസ് അവർ വേരിയബിൾ I is equal to 2 ആണെങ്കിൽ ഇഫ് യു പെർഫോം I++, അതായത് I++ or ++I, okay, then it will increment the value 2 to 3. Okay. Similarly, if I is equal to 2 and if you perform I minus or minus I, then the new value of I will become 1. Like I യുടെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. So that is our increment and decrement operator. Here in that case, two forms are there. One is plus and another one is I plus and ++I. Okay, both are different, but it will give you the same result. That means it will increment the current value with 1, but operation there is a slight difference. Here ++I we will call it as a pre-increment operator, and this one we will call as a post-increment operator. Okay, I++. അതുപോലെ തന്നെയാണ് നമ്മുടെ I മൈനസും മൈനസ് I. അതിന്റെ വ്യത്യാസം നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് വിചാരിക്കാം. ഇൻഡ് A is equal to 1 എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ എടുത്തു. സോ ആഫ്റ്റർ പെർഫോമിങ് A++, നമുക്കിപ്പം എയുടെ വാല്യൂ %d, A എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ന്യൂ വാല്യൂ ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. കാരണം A++ മീൻസ് A is equal to A+1 ആണ് അതിന്റെ മീനിങ് അല്ലേ? സോ ഇനീഷ്യലി A is equal to 1 ആണ്, A++ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് റിസൾട്ട് 2. സെയിം തന്നെയാണ് നമ്മുടെ ഇതിലും ഓപ്പറേഷൻസിലൊക്കെ വരുന്നത്. ഇന്റെ A is equal to 1 കൊടുത്തിട്ട് ++A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട് 2 എന്ന് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടും. ദെൻ വേർ ഇറ്റ് കം ദ ഡിഫറൻസ്. എവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇന്റെ A is equal to 1 എന്ന് കൊടുക്കും. Now B is equal to A++ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോഴെന്താണ് നമുക്ക് കിട്ടുന്നത്? വാല്യൂ ഔട്ട്പുട്ടിൽ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, ബി പ്രിന്റ് ചെയ്യും. എന്താണ് അവിടെ വ്യത്യാസം വരുന്നത്? ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത് വെച്ചാൽ, ഹിയർ A++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറ്റ് വിൽ അസൈൻ ദ വാല്യൂ ടു ദാറ്റ് വേരിയബിൾ. ആദ്യം അസൈൻമെന്റ് ഓപ്പറേഷൻ നടക്കും, ദെൻ ഓൺലി ഇറ്റ് വിൽ പെർഫോം ദ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന്, ആദ്യം എയുടെ വാല്യൂ എന്താണ്? ഹിയർ ഇറ്റ് ഈസ് ഇനീഷ്യലി ഇറ്റ് വാസ് 1, ദാറ്റ് വാസ് അസൈൻ ടു ബി. അതാണ് നമ്മുടെ ബിയിലേക്ക് അസൈൻ ചെയ്യുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ++ ഓപ്പറേഷൻ, ഇൻക്രിമെന്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബിയിലുള്ള വാല്യൂ എന്താണ് കിട്ടുക? 1 മാത്രമാണ് കിട്ടുക. ഓക്കെ, ഹിയർ ഇഫ് യു ആർ യൂസിങ് ++A, ഇത് സെയിം പ്രോസസ്സിൽ തന്നെ സെയിം ഓപ്പറേഷൻ തന്നെ A is equal to 1 കൊടുത്ത് ഇന്റെ B is equal to ++A ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഇറ്റ് വിൽ പെർഫോം ദ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് A is equal to A+1 എന്നുള്ള ഓപ്പറേഷൻ ആദ്യം പെർഫോം ചെയ്യും, ദെൻ ഓൺലി ഇറ്റ് വിൽ പെർഫോം ദ അസൈൻമെന്റ് ഓപ്പറേഷൻ. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക? ആ വാല്യൂ ആണ് ഇതിൽ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതായത് പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേഷനിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്? ഫസ്റ്റ് അസൈൻമെന്റ് ആണ് നടക്കുന്നത് അല്ലെ? ഫസ്റ്റ് തന്നെ A is equal to 1 എന്ന് പറഞ്ഞാൽ ആ എയുടെ വാല്യൂ ആദ്യം അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ദാറ്റ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഹിയർ എന്താണ് സംഭവിക്കുന്നത്? ++A ആണെങ്കിൽ ഫസ്റ്റ് ഇറ്റ് വിൽ പെർഫോം ദ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ, ദെൻ ഇറ്റ് വിൽ അസൈൻ ദാറ്റ് വാല്യൂ ടു ദാറ്റ് വേരിയബിൾ. That is why here we got the result 2 and here it is 1. എന്തുകൊണ്ടാണ് ഇവിടെ 1 എന്ന് കിട്ടിയത്, ഇവിടെ 2 എന്ന് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ദിസ് വൺ ഈസ്
പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ആദ്യം അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് നടന്നത് അല്ലേ? വാല്യൂസ് അസൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ടാണ് ആ വാല്യൂ ഇൻക്രിമെന്റ് ആകുന്നത്. ഇവിടെയാണെങ്കിൽ ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് സെയിം പ്രോസസ്സ് തന്നെയാണ് എന്തിൽ ചെയ്യുന്നത് ഫോർ മൈനസ് മൈനസ് ഓപ്പറേഷൻ. അതായത് മൈനസ് മൈനസ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡിക്രിമെന്റ് ബൈ 1, then use the new value of b. Okay, here ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, യൂസ് ദ ന്യൂ വാല്യൂ ഓഫ് b, then decrement by 1. ഓക്കെ, അതാണ് ഈ പ്ലസ് പ്ലസ് ഓപ്പറേഷനും മൈനസ് മൈനസ് ഓപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസം. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇൻക്രിമെന്റ് എ ബൈ 1, then use new value of a. Okay, here a plus plus means first we will use the എന്താണ് വാല്യൂ. ദാറ്റ് മീൻസ് ആദ്യം നമ്മൾ വാല്യൂ യൂസ് ചെയ്യും, then it will increment a by 1. Okay, so that is increment and decrement operator. Okay, then next one ആണ് size of operator. Okay, what is size of operator? Actually, size of operator is used to figure out the size of a data type. Suppose if you declare a variable of type int, then if you use the size of operator for finding the size of the variable I, you will get the size of that data type. Okay, അതായത് ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, I എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ സൈസ് ഓഫ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വാല്യൂ കിട്ടും, ഇൻഡിജർ ടൈപ്പ് വേരിയബിൾസിന്റെ സൈസ് എത്രയാണ്. ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ്. ഡാറ്റ ടൈപ്പ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തായിരുന്നു ഇൻഡിജർ ടൈപ്പ് വാല്യൂസിന്റെ സൈസ്, ഓർമ്മയുണ്ടോ? എഴുതി വെച്ചിട്ട് ഇൻഡിജർ ടൈപ്പ് വാല്യൂസ് അല്ലേ. നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തതോ, സോറി ഇവിടെ 4 അല്ല 2 ആണ്, 2 ആണ് വേണ്ടത് കേട്ടോ, സോറി 2 ആണ് വേണ്ടത്, 2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണോ, നെക്സ്റ്റ് നമ്മൾ സൈസ് ഓഫ് ഇന്റ് എന്ന് കൊടുത്തു. അതായത് സൈസ് ഓഫ് ഇന്റ് എന്ന് കൊടുത്ത ആ ഡാറ്റ ടൈപ്പിന്റെ പിന്നെ സൈസ് എത്രയാണോ സെയിം തന്നെയാണ് ഇവിടെയും റിട്ടേൺ ചെയ്യുക. ദാറ്റ് മീൻസ് 2 എന്ന് തന്നെയാണ് റിട്ടേൺ ചെയ്യുക. ഈ ഔട്ട്പുട്ട് ചെറിയൊരു റോങ് ആണ്, നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഫിഗർ ഔട്ട് ദ സൈസ് ഓഫ് എ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഒരു ഡാറ്റ ടൈപ്പിന്റെ സൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വി വിൽ യൂസ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ആ ഓപ്പറേറ്റേഴ്സിന്റെ നമ്മൾ മുഴുവൻ പഠിച്ചായിരുന്നു അല്ലെ, ഏതൊക്കെയായിരുന്നു? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, then increment, decrement operator, and some other special operators. Okay, ഇനി സപ്പോസ് നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഈ രീതിയിൽ വന്നു വിചാരിക്കാം. അതായത് x is equal to 7 plus 3 into 2. X is equal to 7 plus 3 into 2. Then what will be the result of this expression? ഇതിന്റെ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ എക്സ്പ്രഷന്റെ റിസൾട്ട്? പറയാൻ പറ്റുമോ? സയന എസിന് പറയാൻ പറ്റുമോ ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്തായിരിക്കും? സയന എസ് പ്രസന്റ് അല്ലേ? പറഞ്ഞോളൂ. ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്തായിരിക്കും? എക്സ്പ്രഷൻ കാണുന്നില്ലേ നിങ്ങള്? x is equal to 7 plus 3 into 2. What will be the result of this expression? എന്തായിരിക്കും? പറഞ്ഞോളൂ. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? പറയാൻ പറ്റുമോ? 13. എത്രയാണ്? എങ്ങനെയാ കിട്ടിയതെന്ന് പറഞ്ഞാൽ മതി, ആ പ്രോസസ്സ് പറഞ്ഞു തന്നാൽ മതി. ആദ്യം എന്താ ചെയ്തത്? ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തത്?
ബോഡ്മാസ് റൂൾ. എന്താ റൂൾ പറയുന്നത്? ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അഡിഷൻ. സോ നമുക്കത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തത് അല്ലേ? അതായത് ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് സെയിം ഓപ്പറേഷനിൽ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു പെർഫോം ദ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി അല്ലെ? ആ ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറേഷൻസ് നടക്കുന്നത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഓപ്പറേഷൻസ് നടക്കേണ്ടത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓർത്ത് വെച്ചാൽ മതി, നിങ്ങളുടെ പ്രോഗ്രാമിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഏത് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലൊക്കെ വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിൽ യു ഹാവ് ടു പെർഫോം ദാറ്റ് ഫസ്റ്റ്. ആ ഓപ്പറേഷൻ ആയിരിക്കണം ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ യൂണറി ഓപ്പറേറ്റേഴ്സ്, അതായത് പിന്നെ പ്ലസ് ഓപ്പറേറ്റർ അല്ലെ മൈനസ് ഓപ്പറേറ്റർ, നമ്മുടെ സിമ്പിൾ അതായത് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് അതിന്റെയൊക്കെ പ്രയോറിറ്റി നെക്സ്റ്റ് ആണ്. അതിനുശേഷമാണ് എന്തെന്ന് പ്രയോറിറ്റി വരുന്നത് സ്റ്റാർ, ഡിവിഷൻ, മോഡുലാർ ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ദെൻ അതിനുശേഷമാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻസ് വരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺലി എന്താ റിലേഷൻ ഓപ്പറേറ്റർ, നമ്മുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതിനുശേഷമാണ് എന്ത് ഈക്വാലിറ്റി, അതായത് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്നൊക്കെ പറയാം. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷമാണ് ആൻഡ്, അതിനുശേഷമാണ് സോറ്, ഓറ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, കണ്ടീഷണൽ, ദെൻ ഡിഫറെന്റ് അസൈൻമെന്റ് ഓപ്പറേഷൻ വി ഓൾറെഡി സ്റ്റഡിഡ്. ഓക്കെ, അതൊക്കെ ഏറ്റവും അവസാനമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ഏറ്റവും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏറ്റവും എന്താണ് ബ്രാക്കറ്റിലുള്ളത് അല്ലെങ്കിൽ യൂണറി ഓപ്പറേറ്റേഴ്സ് അല്ലെ? ദെൻ മൾട്ടിപ്ലിക്കേറ്റ്. ആ ഓർഡറിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ എഴുതുന്ന ആ ഒരു റൂളിനാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റർ പ്രിസിഡൻസ് റൂൾ. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് അല്ലെ? അപ്പൊ ആ ഓർഡറിലായിരിക്കും നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുക. സപ്പോസ് ഇപ്പോൾ ഈ പ്രസിഡൻസ് റൂളിൽ നിങ്ങൾക്ക് കാണാം ഈ സ്റ്റാർ, ഡിവിഷൻ, മോഡുലാർ ഡിവിഷൻ ഇതൊക്കെ ഒരേ പ്രയോറിറ്റി വരുന്നതാണ് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? സപ്പോസ് യുവർ എക്സ്പ്രഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഈ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ആദ്യം ഏതാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? സെയിം പ്രയോറിറ്റി വരുന്ന സമയം ഏത് ഓപ്പറേഷനാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുക? സ്നേഹ സജീവന് പറയാൻ പറ്റുമോ ഏത് ഓപ്പറേഷനാണ് ഇതിൽ ആദ്യം പെർഫോം ചെയ്യുക? സ്നേഹ സജീവൻ പ്രസന്റ് അല്ലേ? ഇതിൽ ഏത് ഓപ്പറേഷൻ ആണ് ആദ്യം പെർഫോം ചെയ്യുക, ഫസ്റ്റ് പെർഫോം ചെയ്യുക? ഇപ്പൊ 100 ഡിവൈഡ് ബൈ 10 into 10 ഇതിൽ ഏത് ഓപ്പറേഷൻ ആണ് ഫസ്റ്റ് പെർഫോം ചെയ്യുക? 10 into 10. 10 into 10 ആണോ? അറിയില്ല സാർ. അറിയില്ല, സാറില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വി വിൽ യൂസ് അസോസിയേറ്റിവിറ്റി റൂൾ. അസോസിയേറ്റിവിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ഓപ്പറേറ്റർ വിത്ത് സെയിം പ്രയോറിറ്റി, ഒരു എക്സ്പ്രഷനിൽ സെയിം പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ വി ഹാവ് ടു യൂസ് associativity rule. What is associativity rule? The execution start from left side to right side or right side to left side. അത് ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ അസോസിയേറ്റിവിറ്റി റൂൾ എന്ന് പറയുന്നത്. ഈ പ്ലസ് മൈനസ് ഒക്കെ വരുന്ന ഒരേ എക്സ്പ്രഷനിൽ പ്ലസും മൈനസ് ഒക്കെ സെയിം എക്സ്പ്രഷനിൽ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് യുവർ എക്സിക്യൂഷൻ ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കണം നിങ്ങളുടെ ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിമിലർലി തന്നെ ഇതുപോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ വന്നതായിട്ട് യൂണറി ഓപ്പറേറ്റേഴ്സ് ഒക്കെ, അതായത് നമ്മുടെ ബ്രാക്കറ്റ്, ദെൻ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്. അതുപോലെ സൈസ് ഓഫ് ഓപ്പറേറ്റർ, ഈ യൂണറി ഓപ്പറേറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈക്വൽ ടു നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇല്ല, അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ എക്സ്പ്രഷന്റെ എക്സിക്യൂഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. റൈറ്റ് ടു ലെഫ്റ്റ്, ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവും. ഓർത്ത് വെച്ചാൽ മതി. അതായത് സെയിം പ്രയോറിറ്റി ഉള്ള ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് സെയിം എക്സ്പ്രഷനിൽ വരികയാണെങ്കിൽ ഓക്കെ, ഈ ഒരു അസോസിയേറ്റീവ് റൂള് ഓർത്ത് വെക്കുക. വ്യത്യാസം വരുന്ന ഇവിടെയേ ഉള്ളൂ. ഏതില്? അസൈൻമെന്റ് ഓപ്പറേഷനിൽ ഈ ഫസ്റ്റിൽ ഇതിലും അല്ലെ.
ബാക്കിയെല്ലാം എന്താണ്? ബാക്കി മുഴുവനും എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി. ദാറ്റ് മീൻസ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എക്സിക്യൂഷന്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേഷന്റെ കേസിൽ മാത്രമേ എന്തുള്ളൂ റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഈ ഒരു റൂളും കൂടെ നിങ്ങൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്ത് വെക്കണം. ഓക്കെ, ദിസ് ഈസ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി റൂൾ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ആക്ച്വലി കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് എ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. വി ക്യാൻ ക്ലാസിഫൈ ദാറ്റ് ഇൻടു mainly 3 categories. One is sequential control structure, and next one is selection control structure, and also we can call it as a branching statement or a branching control structure, and the last one is iteration or looping control structure. Okay, these are the 3 control flow statements that are used in our C program. Okay, what is sequential control structure? Nothing. What is sequential control structure? It refers to the line by line execution by which statements are executed sequentially in the same order which they appear in the program. അതായത് പ്രോഗ്രാമിൽ എങ്ങനെയാണോ ഉള്ളത് അതേ ഓർഡറിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മുടെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് we will call it as a sequential control structure. അതായത് ഇതുപോലെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണെങ്കിൽ ആ ഓർഡർ തന്നെ ഫസ്റ്റ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, then it will execute the next statement, second statement, then it will execute the third statement. Likewise, it will execute the complete statement. So that kind of statements are called sequential control structures. And next one more, അടുത്ത എന്തായിരുന്നു? It is selection control structure. Selection control structure, or we will call it as a branching statement. Okay, why it is branching? Actually, the selection control structure allow one set of statement to be executed if a condition is true, and another set of action to be executed if the condition is false. Based on a condition, it will execute either of the statement, either of one statement. That means, suppose നിങ്ങളുടെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ എക്സിക്യൂഷനിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. Then if that condition is true, then it will execute that corresponding true statement only. Okay, after that it will go for next statement. Okay, and if the condition is false ആണെങ്കിൽ എന്താണ്? That it will execute the corresponding false statement and continue the statement. Okay, so this is called branching because എന്താണ്? Based on the value, അതായത് ഇവിടെയുള്ള കണ്ടീഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ സെലക്ടിങ് ദ വെദർ ഇറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓർ ഇറ്റ് ഈസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെലക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഓർ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് iteration or looping structure. What is looping? Iteration means same statement is executing repeatedly. That is loop. Okay, here the iteration or looping structure, it execute a sequence of statement repeatedly as long as condition hold true. That means ഇതേപോലെ തന്നെ, അതായത് നിങ്ങളൊരു കണ്ടീഷൻ ഉണ്ടാവും, based on the condition it will execute the statement, and if the condition is true then it will execute repeatedly. ആ കണ്ടീഷൻ ട്രൂ ആയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. whenever the condition become false, എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്തിട്ട് പുറത്തു പോകും. അതായത് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. So that is called iteration statement, or we can call it as a looping statement. അപ്പോൾ 3 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? sequential control structure, that means execute line by line. Okay, statement by statement. Then that is sequential. Then selection control structure or branching, based on the condition it will select either true statement or from the false statement. Then iteration or looping structure, based on a condition, the statement will execute repeatedly. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന സിറ്റുവേഷനിലൊക്കെ
ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫാൾസ് ആകുമ്പോൾ എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്തു വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞ സീക്വൻഷ്യൽ സ്ട്രക്ചേഴ്സ്. സീക്വൻഷ്യൽ സ്ട്രക്ചർ എന്തായിരുന്നു? എങ്ങനെയാണോ പ്രോഗ്രാമിൽ യുവർ സ്റ്റേറ്റ്മെന്റ്സ് ആർ റിട്ടൺ, സെയിം മാനർ ഇറ്റ് വിൽ എക്സിക്യൂട്ട്. That means first it will execute the first statement. That means first statement executing, then next statement executing, അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആ ഓർഡറിൽ പ്രോഗ്രാമിൽ എങ്ങനെയാണുള്ളത് അതേ ഓർഡറിൽ തന്നെ സ്റ്റേറ്റ്മെന്റ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സീക്വൻഷ്യൽ സ്ട്രക്ചർ. ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഹാഷിംഗ് ലോഡിംഗ് stdio.h അല്ലേ, അപ്പൊ അത് then in the main, then in the number 1, number 2, number sum. So these are declaration statement. അപ്പോൾ അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. Then next statement printf enter 2 index, next അത് എക്സിക്യൂട്ട് ചെയ്യും. Then അടുത്തതാണ് scanf %d %d, ampersand number 1 ampersand number 2. അതായത് ഇത് രണ്ടും എന്താണ്, ഇത് റീഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് അതാണ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സം ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2, ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ printf അതിന്റെ റിസൾട്ട് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യുന്നത് %d പ്ലസ് %d ഈസ് ഈക്വൽ ടു %d. ദാറ്റ് മീൻസ് സമ്മ് നമ്പർ 1ന്റെയും നമ്പർ 2ന്റെയും സമ്മ് എന്താണ്, ഈ റിസൾട്ട് സമ്മിലുള്ള വാല്യൂ ആണെന്ന് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യും. സോ ഈ ഒരു ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വി വിൽ കോൾ ഇറ്റ് ആസ് എ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. സിമ്പിൾ ആണത്. ഓക്കെ, ഇനിയാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അതിൽ നമുക്ക് പഠിക്കുന്നതാണ് പിന്നെ ഓർ സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഓർ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് if സ്റ്റേറ്റ്മെന്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ടും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് if സ്റ്റേറ്റ്മെന്റ് ആൻഡ് എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? If statement is a selection control statement or branching statement. That means based on a condition, it will execute. It's a true part or false part. അല്ലെ, ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് പാർട്ട്, ഏതെങ്കിലും ഒരു കണ്ടീഷനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒന്ന് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫോൾസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് if statement. അതാദ്യം നമുക്ക് നോക്കാം. ഓക്കെ, if statement എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചർ അല്ലെ, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ദർ ആർ ഡിഫറെന്റ് വേരിയൻസ് ഓഫ് if സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ if ഉണ്ട്, if else സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദെൻ if else if ladder ഉണ്ട്, നെസ്റ്റഡ് if ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് വേരിയൻസ് ഉണ്ട്. അത് ഓരോന്നും നമുക്ക് പഠിക്കാം. ഇപ്പൊ മൂന്ന് ഈ പേരുകൾ ഓർക്കുക. സിമ്പിൾ if, then if else, then if else if, then one more is the nested if. നമുക്ക് ഓരോന്നും പഠിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് സിമ്പിൾ ഇഫ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്? സോ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലെ, ഒരു സെലക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് അത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഇപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് ആണ് എന്താണ്? ഇഫ് then there is a text expression, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. ദെൻ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ കറസ്പോണ്ടിങ് കോഡ്. ദാറ്റ് മീൻസ് ഈ ബോഡി ഓഫ് ദ if സ്റ്റേറ്റ്മെന്റ്, ഈ if സ്റ്റേറ്റ്മെന്റിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എപ്പോൾ മാത്രമേ ഈ if സ്റ്റേറ്റ്മെന്റ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും? ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന സിറ്റുവേഷനിൽ മാത്രം. അല്ല എങ്കിൽ ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ദ കോഡ്. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന്റെ സ്റ്റേറ്റ്മെന്റ് if കണ്ടീഷന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ദാറ്റ് വിൽ സ്കിപ്പ് ആൻഡ് ഇറ്റ് വിൽ ഗോ ഫോർ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സിമ്പിൾ if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. സിന്റാക്സ് ഓഫ് വർക്ക് എന്താണ്? ഒരു if എന്നത് സ്മോൾ ലെറ്റർ if, then ഒരു ബ്രാക്കറ്റിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ then it will execute. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The if statement evaluate the test expression inside the parenthesis. Okay, then if the text expression is evaluated to true, then statement inside the body will execute. Otherwise എന്താണ്? statement inside the body not execute. അതായത് ഇത് false ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയണം. അതിനെന്താ ചെയ്യുക? How do we find whether the given number is negative or positive? എങ്ങനെയാ ചെയ്യുക?
എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു റീഡ് ദാറ്റ് നമ്പർ അല്ലേ? ആദ്യം നമ്മുടെ അൽഗോരിതം എന്തായിരിക്കും? അതിന്റെ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യണം അല്ലേ? റീഡ് ചെയ്തു. Then after that, we had to find whether the given number is negative or positive. What is negative number? We know that the number which is less than 0, we can call it as a negative number. അല്ലേ? 0 കാളും ചെറിയ നമ്പേഴ്സുകളൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് പറയാം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ? 0 കാളും ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ എന്റെ പ്രോഗ്രാം ഇതാണ്. ഫോർ ഫൈൻഡ് എന്താണ്? പ്രോഗ്രാം ടു ഡിസ്പ്ലേ എ നെഗറ്റീവ് നമ്പർ. ഞാൻ നമ്പറൊക്കെ എഴുതുന്ന സമയത്ത് നെഗറ്റീവ് നമ്പർ മാത്രം എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി നീഡ് ടു റീഡ് ദാറ്റ് നമ്പർ അല്ലെ? ഫസ്റ്റ് നമുക്ക് അത് റീഡ് ചെയ്യണം, നമ്പർ റീഡ് ചെയ്യണം. ദെൻ ആഫ്റ്റർ റീഡ് ചെയ്തിട്ട് അതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഒരു വേരിയബിൾ വേണം അല്ലെ? ഫോർ സ്റ്റോറിങ് ദാറ്റ് വാല്യൂ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. അതിന് വേണ്ടിയിട്ട് ഹിയർ ഐ ആം യൂസിങ് എ വേരിയബിൾ കോൾഡ് നമ്പർ. ഓക്കെ, നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഈ ഇൻക്ലൂഡ് stdio.h ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അത് ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് printf ആൻഡ് scanf അല്ലെ? printfഉം scanfഉം യൂസ് ചെയ്യും. അപ്പൊ അത് ഏതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പൊ printfഉം scanfഉം നമ്മുടെ പ്രോഗ്രാമിൽ നാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദിസ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ദെൻ നമ്മൾ പ്രോഗ്രാം ബിഗിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ഫംഗ്ഷനിലാണ് അല്ലെ? ഇൻ ദ മെയിൻ, ദെൻ ആ ഓപ്പണിംഗ് ബ്രേസ് അത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കംപ്ലീറ്റ് കോഡ് എഴുതേണ്ടത് അല്ലേ? നമ്മുടെ കോഡ് എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ദ ഗിവൺ നമ്പർ ഈസ് നെഗറ്റീവ്. ആ നമ്പർ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ? സോ ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് വി ഹാവ് ടു റീഡ് ദാറ്റ് നമ്പർ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടു എ പെർട്ടിക്കുലർ വേരിയബിൾ. അതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ ആ വേരിയബിളിന്റെ പേരാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇന്റിജർ ടൈപ്പ്. അപ്പൊ ഇൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? നമ്പർ ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻഡ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിന് എനി ഇന്റിജർ ടൈപ്പ് വാല്യൂസും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? printf എൻ്റർ ആൻ ഇന്റിജർ. നിങ്ങൾ ഒരു ഇന്റിജർ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു അല്ലേ? അപ്പൊ മോണിറ്ററിൽ printf എൻ്റർ ആൻ ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ കണ്ടന്റ് ദാറ്റ് ഈസ് ഇൻ ദ ഡബിൾ കോട്ട്സ്. ഈ ഡബിൾ കോട്ട്സിലുള്ള ആ കണ്ടന്റ് അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. എന്താണ് ഡിസ്പ്ലേ ചെയ്യുക? എൻ്റർ ആൻ ഇന്റിജറിന് മോണിറ്ററിൽ കാണും. ദെൻ യു വിൽ എൻ്റർ ആൻ ഇന്റിജർ നമ്പർ. ഓക്കെ, അപ്പോൾ ഇന്റിജർ നമ്പർ കീബോർഡിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ യൂസിങ് scanf വി ക്യാൻ റീഡ് ദാറ്റ് നമ്പർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു scanf യൂസ് ചെയ്തു. ദെൻ scanfന്റെ സിൻടാക്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? scanf if it is integer number we have to use this %d അല്ലെ? %d. ദെൻ അതിന്റെ അഡ്രസ് സ്പെസിഫൈ ചെയ്തു. ആംബർസൺ നമ്പറിലോട്ട് നമ്മളത് സ്റ്റോർ ചെയ്തു അല്ലെ? ആംബർസൺ നമ്പറിലോട്ട് അത് സ്റ്റോർ ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? അപ്പൊ നമ്പർ എന്ന് പറയുന്ന വേരിയബിള് കീബോർഡിൽ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി ആ നമ്പർ നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. ഓക്കെ, നെഗറ്റീവ് ആണോ നോക്കണം. എന്താണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഗിവൺ നമ്പർ ഈസ് ലെസ് ദാൻ 0 യു കൻ സേ ദാറ്റ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. അപ്പൊ അത് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാം. ബാക്കിയൊന്നും നമ്മൾ ചെയ്യണ്ട അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ ഇഫ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇഫ് നമ്പർ ലെസ് ദാൻ 0 ആണോ ചെക്ക് ചെയ്തു. ഓക്കെ, ഇഫ് നമ്പർ ലെസ് ദാൻ 0. ഓക്കെ, ദെൻ എന്നിട്ട് ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇടുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂ പാർട്ട് എഴുതേണ്ടത്. ട്രൂ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എഴുതേണ്ടത്. എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നമ്പർ ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് ഇഫ് ദ ഗിവൺ നമ്പർ ഈസ് നെഗറ്റീവ് അല്ലെ? നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ നമ്പർ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? printf യു എൻ്റർഡ് നമ്പർ, ആ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ നെഗറ്റീവ് നമ്പർ പ്രിന്റ് ചെയ്യും. അല്ലെങ്കിലോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത് എപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യും? ഈ ഒരു കണ്ടീഷൻ എപ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യും? ഓൺലി വെൻ ദ നമ്പർ ഈസ് ലെസ് ദാൻ 0. അതായത് നമ്മുടെ നമ്പർ ലെസ് ദാൻ 0 ആകുന്ന സിറ്റുവേഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് വാട്ട് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇഫ് ദെൻ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. printf എന്താണെന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. scanf എന്താണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ യൂസേജ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ,
ഇതാണ് നമ്മുടെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഒരു കണ്ടീഷനിൽ ട്രൂ ഒരു പോർഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് if else statement. if else statement. What is if else statement? Here എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it has two part. If the condition is true, then corresponding true portion will execute. Okay, if the condition is false, that means else. That means our condition is false, means it will execute the corresponding false statement. അല്ലെങ്കിൽ false statement എന്താണോ അതാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ if else സ്റ്റേറ്റ്മെന്റ്. if അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് അനദർ പോർഷൻ. സോ ദാറ്റ് ഈസ് if else സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ഇതാണ് അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. if then ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലെ, ആ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പോർഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. if കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ifന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ, ട്രൂ പാർട്ടാണ്. ഓപ്പണിംഗ് ബ്രേസ് ഇട്ട് ഒരു ക്ലോസിംഗ് ബ്രേസ്, അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ എൽസ് പാർട്ട്. ഓക്കെ, എൽസ് പാർട്ട് അതായത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് ആ എൽസ് പാർട്ടിൽ എന്താണ് വരുന്നത്, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സുകളായിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈഫ് സ്മോൾ ലെറ്റർ ഈഫ് എഴുതുക, ദെൻ പാരാന്തസിസ് ഇട്ടിട്ട് അതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇട്ടിട്ട് ആ ട്രൂ പാർട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇഫ് ദ കണ്ടീഷൻ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എൽസ് പാർട്ടാണ്, എൽസ് സ്മോൾ ലെറ്റർ എൽസ്, ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്. എൽസ് പാർട്ടിൽ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് റൈറ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ ക്ലോസ് ചെയ്യും. അതാണ് നമ്മുടെ if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള സിന്റാക്സ്. എന്താണ് അത് ചെക്ക് ചെയ്യുന്നത്, if the text expression is evaluated true, then എന്താണ് statement inside the body executed. Okay, if the expression is false, then എന്താണ് else പാർട്ടിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് if else സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, if else-ന്റെ എക്സാമ്പിൾ. അപ്പൊ എനിക്കൊരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഗിവൺ ഇന്റീജർ ഈസ് ഈവൻ ഓർ ഓഡ്. അതെങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യുക നമ്മൾ? ഇങ്ങനെയായിരുന്നു, ഹൗ വി വിൽ ഫൈൻഡ് ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. എങ്ങനെയായിരുന്നു, ആർക്കും പറയാമോ? ഫാത്തിമ റിൻസിക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് അതിന്റെ അൽഗോരിതം ഓർമ്മയുണ്ടോ? ഫാത്തിമ റിൻസി, എങ്ങനെയായിരുന്നു നമ്മൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അതിന്റെ അൽഗോരിതം ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പറയാൻ പറ്റുമോ? ഓക്കെ, ഫർഹാനക്ക് പറയാൻ പറ്റുമോ? ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഫർഹാന, അത് ഡിവൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുവാണെങ്കിൽ ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. ശരിയാണ്, ഉത്തരം ശരിയാണ്. അതായത് റിമൈൻഡർ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻ ഈവൻ നമ്പർ. ഇഫ് ദ റിമൈൻഡർ ഈസ് നോട്ട് 0 then it is an odd number അല്ലേ? അപ്പൊ അതിന്റെ അൽഗോരിതം ഓർമ്മയുണ്ടായിരുന്നോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട്, അതിനുശേഷം എന്തൊക്കെ പ്രൊസീജിയർ പറഞ്ഞു തന്നാൽ മതി. സ്റ്റാർട്ട് ആ രീതിയിൽ പറഞ്ഞു തരണ്ട, കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാ പ്രൊസീജിയർ എന്ന് ഓർഡറിൽ പറഞ്ഞു തന്നാൽ മതി. ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട്, അത് റീഡ് നമ്പർ റീഡ് ചെയ്യണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ആ പ്രോസസ് a is equal to n ആ പ്രോസസ് ചെയ്യുക. ആ പ്രോസസ് എന്തായിരുന്നു? n/2. n/2 ചെയ്തിട്ട് റിമൈൻഡർ ചെക്ക് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പേരെന്തായിരുന്നു, ഓർമ്മയുണ്ടോ? റിമൈൻഡർ കണ്ടുപിടിക്കാൻ
മോഡുലസ് ഓപ്പറേഷൻ കറക്റ്റ് ആണ്, മോഡുലസ് ഓപ്പറേഷൻ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ നമ്പർ റീഡ് ചെയ്തു, ദെൻ അതിനെ മോഡുലസ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. ആ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കുക. 0 ആണെങ്കിൽ വി ക്യാൻ സേ ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ എന്ന് പറയാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് പറയും. അപ്പൊ അതാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് അതിനെ പ്രോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു റീഡ് ദാറ്റ് നമ്പർ. ആ നമ്പർ റീഡ് ചെയ്യണ്ടേ? ഓക്കെ, റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പെർഫോം ദ മോഡുലാർ ഡിവിഷൻ ഓപ്പറേഷൻസ് അല്ലേ. മോഡുലാർ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. മോഡുലാർ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് കഴിഞ്ഞാലോ ആ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. 0 ആണെങ്കിൽ ഈവൻ എന്ന് പ്രിന്റ് ചെയ്യാം, അല്ല എങ്കിൽ ഓഡ് ആണെന്ന് പ്രിന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഓപ്പറേഷൻ ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഉണ്ട്. സോ വി നീഡ് ടു ഇൻക്ലൂഡ് #include stdio.h. അത് ഫസ്റ്റ് വേണം അല്ലെ, ബിക്കോസ് വി ആർ യൂസിങ് എന്താണ് സ്കാൻഎഫ് പ്രിന്റ്എഫ് യൂസ് ചെയ്യുന്നുണ്ട്. സോ #include stdio.h റൈറ്റ് ചെയ്തു. ദെൻ ഫോർ എവറി സി പ്രോഗ്രാം നമുക്കറിയാം എന്താണ്, ഇറ്റ് ബിഗിൻ വിത്ത് ദ മെയിൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ ഇൻ ദ മെയിൻ എന്ന് എഴുതിയാണെങ്കിൽ ഇവിടെ റിട്ടേൺ 0 വേണം, അല്ലെങ്കിൽ വോയിഡ് മെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിട്ടേൺ 0 വേണം. ഞാനത് ഫംഗ്ഷൻ പഠിപ്പിക്കും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻ ദ മെയിൻ ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർ കംപ്ലീറ്റ് കോഡ് റൈറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ നമുക്കറിയാം എന്താണ്, ഏതൊരു വേരിയബിളും യൂസ് ചെയ്യുന്നതിന് മുന്നേ വി ഹാവ് ടു ഡിക്ലെയർ ദോസ് വേരിയബിൾ. ഓക്കെ, ഹിയർ നമ്മൾ ഒരു നമ്പർ ആണ് റീഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ അത് ഡിക്ലെയർ ചെയ്തു, ഇൻ ദ നമ്പർ എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്തു. സോ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻഡിജർ അല്ലെ. ഇൻഡിജർ ടൈപ്പ് വേരിയബിൾ ആണ് നമ്പർ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിന് ഇറ്റ് ക്യാൻ ഹോൾഡ് എനി ഇൻഡിജർ ടൈപ്പ് വാല്യൂസ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്തു, പ്രിന്റ് ഓഫ് എൻ്റർ എൻ ഇൻഡിജർ, അതായത് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ എൻ്റർ എൻ ഇൻഡിജർ എന്ന് പറഞ്ഞു. സോ ദാറ്റ് വിൽ ഡിസ്പ്ലേ അല്ലെ the content, that is enter an integer എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, യു വിൽ enter an integer number. ഓക്കെ, ഒരു integer number എൻ്റർ ചെയ്യും. Then by using this scanf statement you can read that number അല്ലെ. scanf is an input statement. So by using this scanf you can read that number. For reading that നമ്മൾ എന്താ യൂസ് ചെയ്തത്, ഡബിൾ കോട്ട്സിൽ ഒരു പെർസെന്റേജ് ഡി ഇട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് വി ആർ റീഡിങ് എൻ ഇന്റിജർ നമ്പർ അല്ലെ. ഒരു ഇന്റിജർ നമ്പർ റീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ പെർസെന്റേജ് ഡി കൊടുത്തത്. ദെൻ അത് നമ്മൾ ഏതിലേക്ക് സ്റ്റോർ ചെയ്തു, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് സ്പെസിഫൈ ചെയ്താണ് ഇവിടെ ആംപർസെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആംപർസെന്റ് നമ്പർ, ദാറ്റ് മീൻസ് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ നാം അത് സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ നൗ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഈസ് എന്താണ്, നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് അല്ലെ. അതാണ് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം, എന്നിട്ട് അതിന്റെ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫോർ ഗെറ്റിംഗ് ദ റിമൈൻഡർ വി ക്യാൻ യൂസ് ദിസ് മോഡുലസ് ഓപ്പറേറ്റർ, പെർസെന്റേജ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതായത് നമ്പർ മോഡ് 2 ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ റിമൈൻഡർ ആണ് കിട്ടുക അല്ലെ. ആ റിമൈൻഡർ എന്ത് ചെയ്തു, 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ പഠിച്ച if സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. if then പരാന്തസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ മോഡ് 2 ഈസ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്തു അല്ലെ. നമ്പർ മോഡ് 2 ഈസ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. If the number mode 2 is equal to 0, that means the remainder is 0 ആണെങ്കിൽ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. That means എന്താണ്, printf percentage d is an integer, ഈവൻ നമ്പർ, ഈവൻ ഇന്റിജർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഈ പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിന്റ് ചെയ്യുക, ഇവിടെ എന്താണോ വാല്യൂ ഉള്ള അതവിടെ പ്രിന്റ് ചെയ്യും. അതായത് നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ എൻ്റർ ചെയ്ത നമ്പർ എന്താണോ അതവിടെ പ്രിന്റ് ചെയ്തിട്ട് പറയും ദ ഗിവൻ ഈസ് ദ ഈവൻ ഇന്റിജർ ആണെന്ന് പറയും അല്ലെ. ഇനി സപ്പോസ് നമ്പർ മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 അല്ല, അങ്ങനെയാണല്ലോ അതിന്റെ നേരെ എൽസ് പാർട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുക. എൽസ് ഓപ്പണിംഗ് ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ആ എൽസ് പാർട്ടിൽ എന്താണോ എഴുതേണ്ടത്, ഈവൻ അല്ല എങ്കിൽ എന്താണത്, ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ അല്ലെ. യു ക്യാൻ പ്രിന്റ് എന്താണ്, ദ ഗിവൺ നമ്പർ ഈസ് എൻ ഓഡ് ഇന്റിജർ നമ്പർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള if else സ്റ്റേറ്റ്മെന്റ്. if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. if പാർട്ടിൽ എന്താണ്, അതിന്റെ ട്രൂ പാർട്ടാണ്. if കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ട്രൂ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. if a condition then opening brace അതിനുള്ള ട്രൂ പാർട്ട് ക്ലോസ് ചെയ്തു. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണല്ലോ, എൽസ് പാർട്ട് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇട്ടിട്ട് അതിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ
റൈറ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ if else സ്റ്റേറ്റ്മെന്റ്. if else സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്, ഈ സ്റ്റേറ്റ്മെന്റും if else സ്റ്റേറ്റ്മെന്റും അല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ടൈപ്പ് ചെയ്യും. ഋഷാൽ, ഹസ്ന, ആദ്ര, ഹിബ, സയന, സിക്ത, അങ്കിത, അമൽ, സരിക, ചന്ദന, അനുശ്രീ, സെയിൻ, ഫസൽ, ദിയ, അനന്യ, ഫാത്തിമ, ഫാത്തിമ റിൻസി, വിനയ, നന്ദനരാജ്, അഭിജിത്ത്, അതുർ, ഋതു, അഭിജിത്ത്, ഫർഹാന, അബിൻ, അഫ്ര, അമാന, അതുൽ, ഫാത്തിമ, ജുമീന, അമയ, അദ്വൈത്, ആര്യ, അക്ഷയ, റിഖിൽ, റിഹാൻ, ജയദീപ്, സ്നേഹ, ഫിദ, ദിയ, അനുശ്രീ, റാനിയ, അന്വയ, ഖദീജ, അദ്വൈത്, ആദിത്യ, സൂര്യനന്ദ, നസ്രി. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.